രാജ്യം കണ്ട ഏറ്റവും വലിയ ഭരണകൂട വീഴ്ചയുടെ നടക്കുന്ന വാർത്തകളാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് പുറത്തുവരുന്നത്. ഏറ്റവും ശുചിത്വമുള്ള നഗരമെന്ന ഖ്യാതിയുള്ള ഇൻഡോറിൽ പൈപ്പ് വെള്ളത്തിലൂടെ മലിനജലം വിതരണം ചെയ്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു. ഇൻഡോറിലെ ഭാഗീരഥപുര എന്ന പ്രദേശത്താണ് ഈ ദുരന്തം അരങ്ങേറുന്നത്. നർമ്മദ പൈപ്പ് ലൈനിൽ അഴുക്കുചാലിലെ മലിനജലം കലർന്നതാണ് ഈ കൂട്ടമരണങ്ങൾക്ക് കാരണമായത്. ഈ വിഷജലം കുടിച്ചതിനെ തുടർന്ന് 5 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 8 പേരാണ് ഇതുവരെ മരണപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സർക്കാർ ഇപ്പോഴും ഔദ്യോഗികമായി വെറും 3 മരണങ്ങൾ മാത്രമേ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്തും സംസ്ഥാനത്തുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 150-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. തങ്ങളുടെ പൈപ്പുകളിലൂടെ വരുന്നത് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണെന്ന് നാട്ടുകാർ നേരത്തെ പലതവണ പരാതിപ്പെട്ടിട്ടും ഭരണകൂടം അത് ഗൗരവമായി എടുത്തില്ല. 2.5 കോടി രൂപയുടെ പൈപ്പ് ലൈൻ നവീകരണ പദ്ധതി മാസങ്ങൾക്ക് മുൻപേ പാസ്സായതാണെങ്കിലും അതിന്റെ ജോലികൾ തുടങ്ങാൻ അധികൃതർ കാണിച്ച അനാസ്ഥയാണ് ഇനി ഇത്രയധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. മലിനജലത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരുടെ വായടപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഈ ദുരന്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകനോട് മന്ത്രി കൈലാഷ് വിജയവർഗീയ പെരുമാറിയ രീതി വളരെ അപലപനീയമാണ്. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ വിഷജലം കുടിച്ച് മരിച്ചതിനെക്കുറിച്ച് NDTV റിപ്പോർട്ടർ അനുരാഗ് ദ്വാരി ചോദിച്ചപ്പോൾ അത് ഫോക്കറ്റ് അഥവാ അനാവശ്യ ചോദ്യമാണെന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകന് നേരെ മന്ത്രി ആക്രോശിക്കുകയായിരുന്നു. കൂടാതെ മാധ്യമ പ്രവർത്തകനോട് അങ്ങേയറ്റം പുച്ഛത്തോടെയും വളരെ മോശം ഭാഷയിലുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് മാധ്യമ പ്രവർത്തകൻ ധീരമായി മറുപടി നൽകിയതോടെ മന്ത്രിക്ക് പിന്നീട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. ആ ദൃശ്യങ്ങൾ ഇവിടെ ചേർക്കുന്നു. बहुत सारे लोगों को अभी तक जो रिफंड की बात कही गई थी वो भी नहीं मिला कैलाश जी, और पीने के पानी की ठीक से व्यवस्था। छोड़ो यार, तुम फोकट प्रश्न मत पूछो। नहीं फोकट नहीं, ये तो मैं तो वहाँ होकर आया हूँ। क्या 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 घंटा हो गया है तुम बात? कैलाश जी बात ठीक से कीजिए, नहीं शब्दों का चयन ठीक रखिए। कैलाश जी आप ढंग से बात नहीं कर रहे हैं। नहीं आप ये क्या शब्द होता है कि घंटा घंटा क्या शब्द होता है? आप मैं तो जाऊँगा, लहजा इनको सुधारने कहिए। इतने सीनियर मंत्री घंटा घंटा क्या बोलते रहते हैं? बात करने की तमीज नहीं है। हाँ और क्या, तुम मत किया करो, ठीक है? तो क्या घंटा बोलेंगे? सवाल कर रहे हैं ना हम, वो जवाब दे रहे हैं, आपको क्या हो रहा है? वो हमारा लीडर है। तो घंटा बोलेंगे मुझे? वो हमारा लीडर तो है। क्या करेंगे? हमारे 10 लोग मर गए, हम पूछे नहीं सवाल? कुछ भी बोलोगे कि हमारे क्या लीडर पूछा है? बोले हमने गाली दी है क्या? जाओ अपना काम करो। സർക്കാരിന്റെ അനാസ്ഥ ഇവിടം കൊണ്ടു തീർന്നില്ല. ദുരന്തബാധിത മേഖലകളിൽ കോൺഗ്രസ് നേതാവ് ജിതു പട്വാരി സന്ദർശനം നടത്തിയപ്പോഴാണ് സർക്കാരിന്റെ വീഴ്ചകൾ വീണ്ടും പുറത്തുവന്നത്. സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്ത സർക്കാർ പരിശോധനകൾ പൂർത്തിയാകും മുൻപേ രോഗികളെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിക്കുന്നു എന്ന ഗൗരവകരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ നൽകി ഈ വലിയ പരാജയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒന്നാമതെന്ന് അവകാശപ്പെടുന്ന ഒരു നഗരത്തിൽ പോലും ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വികസന അവകാശവാദങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അനാസ്ഥ കാട്ടിയ ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഭരണാധികാരികൾക്കുമെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം.